അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉഹുദ് മലയിലേക്ക് പോവാണ് ഇൻഷാ അല്ലാഹ്. ഉഹുദ് പർവ്വതത്തിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഇൻഷാ അല്ലാഹ്. മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു സഹാബാക്കളും ഉഹുദിൻ്റെ മുകളിലുണ്ടായിരുന്നു. അവിടെ നിന്നാണല്ലോ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ പർവ്വതത്തിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത് ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും കാണാം. ഒരുപാട് നീളുണ്ട് അത് പർവ്വതം. ഞാൻ നിൽക്കുന്ന ഈ പർവ്വതമാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച പർവ്വതം. അല്ലാഹു തആല ഇവിടെ വരാനും മഹാന്മാരായ ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാനും അല്ലാഹു തആല തൗഫീഖ് നല്ല വഴികൾ അല്ലാഹു തആല ഒരുക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെറിയ പാടമൊന്നുമല്ല, കുറച്ച് പാറകളാണുള്ളത്. ഇൻഷാ അല്ലാഹ് കാണാം. അതിൻ്റെ മുകളിൽ ഒരുപാട് ആളുകളുണ്ട്, വിശ്വാസികളുണ്ട്. ഉംറയ്ക്ക് വന്ന ആളുകളും അല്ലാത്തവരും അതിൻ്റെ മുകളിലുണ്ട് ഇൻഷാ അല്ലാഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിനെ പരാമർശിച്ച് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പർവ്വതവും കൂടിയാണ്, സ്വർഗത്തിലെ ഒരു പർവ്വതവും കൂടിയാണ് ഉഹുദ് പർവ്വതം എന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞുവല്ലോ. ആ ഉഹുദ് പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് കയറുന്നത് ഇൻഷാ അല്ലാഹ്. ചെറിയ പ്രയാസമുണ്ട്, വലിയ പ്രയാസമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്. ഒരു ഭാഗത്തു കൂടിയാണ് കയറുന്നത്. അൽഹംദുലില്ലാഹ്. കയറി ഏകദേശം മുകളിൽ എത്താറായി. അൽഹംദുലില്ലാഹ് എത്തി. ഉഹുദിൻ്റെ മുകളിലാണുള്ളത്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇതാ താഴ്വരയിൽ ഏകദേശം നേരിട്ട് കാണാം. മസ്ജിദുൽ ഹറമിൻ്റെ ഒരു മിനാരം കാണാം, രണ്ട് മിനാരങ്ങളും കാണാം, ചെറുതായിട്ട് കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ആ കാണുന്നത് ഉഹുദ് പർവ്വതമാണ്. ഏകദേശം കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന പർവ്വതമാണ് ഉഹുദ് പർവ്വതം. ആ കാണുന്നൊക്കെ ഉഹുദ് പർവ്വതമാണ്. പക്ഷേ വേറിട്ട് ഉഹുദ് പർവ്വതത്തിൻ്റെ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നാണ് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത് ഇൻഷാ അല്ലാഹ്. താഴ്വര. ഈ പള്ളിക്ക് പേര് ഷഹദ ഹംസത്തുൽ ഖറാർ